മാമാങ്കത്തിന് ശേഷം ഒരുപാട് കാലത്തേക്ക് വേണു കുന്നപ്പിള്ളിയുടെ പേര് എവിടെയും കേട്ടില്ല. ഇതിനിടയിൽ സ്വിഗ്ഗി എന്ന ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമിൽ ഈ വർഷം മോളിവുഡിലെ ആദ്യ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ആട് 3. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററുകളെ ജനസാഗരമാക്കി മുന്നേറുകയാണ്. 9 വർഷങ്ങൾക്ക് ശേഷം ഷാജി പാപ്പനും ടീമും തിരിച്ചു വരുമ്പോൾ ബോക്സ് ഓഫീസിലെ പല റെക്കോർഡുകളും ഇനിയും തകരുമെന്നാണ് കണക്കുകൂട്ടൽ. ചിത്രത്തിൻ്റെ വിജയത്തിൽ പലരും മറന്നുപോകുന്ന ഒരു പേരാണ് വേണു കുന്നപ്പിള്ളി. ആട് 3യുടെ നിർമ്മാതാക്കളിൽ ഒരാളായ വേണു കുന്നപ്പിള്ളി പല നിർമ്മാതാക്കൾക്കും ഒരു പ്രചോദനമാണ്. പ്രവാസി വ്യവസായിയായ വേണു സിനിമയോടുള്ള മോഹം കൊണ്ടാണ് 2018 ഇൻഡസ്ട്രിയിലേക്ക് കടന്നുവരുന്നത്. പക്ഷേ ആദ്യ ചിത്രം വേണുവിന് കൈപ്പേറിയ അനുഭവമായി മാറി. മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ എം പത്മകുമാർ സംവിധാനം ചെയ്ത മാമാങ്കം ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. എന്നാൽ അതിനേക്കാൾ ചർച്ചയായത് ചിത്രത്തിൻ്റെ കളക്ഷൻ പോസ്റ്ററുകളാണ്. 50 കോടി പോലും നേടാത്ത ചിത്രം 130 കോടിയിലേറെ നേടിയെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുവിട്ട പോസ്റ്ററുകളും കേക്ക് മുറിക്കൽ ആഘോഷവും ഇന്നും ട്രോൾ മെറ്റീരിയലാണ്. മാമാങ്കത്തിന് ശേഷം ഒരുപാട് കാലത്തേക്ക് വേണു കുന്നപ്പിള്ളിയുടെ പേര് എവിടെയും കേട്ടില്ല. ഇതിനിടയിൽ സ്വിഗ്ഗി എന്ന ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമിൽ വേണു ജോലിക്ക് കയറിയെന്ന തരത്തിൽ വ്യാജ വാർത്തകൾ പരന്നു. സ്വിഗ്ഗി വേണു എന്ന ഇരട്ടപ്പേരും ചിലർ വേണുവിന് സമ്മാനിച്ചു. എന്നാൽ തോറ്റ് പിന്മാറാൻ തയ്യാറാകാത്ത വേണുവിൻ്റെ തിരിച്ചുവരവിനാണ് മോളിവുഡ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചത്. പുലിമുരുകന് പോലും തൊടാനാകാത്ത ഇൻഡസ്ട്രി ഹിറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയ 2018 എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാൾ വേണുവായിരുന്നു. പിന്നീട് മാളികപ്പുറം, ചാവേർ എന്നീ ചിത്രങ്ങളിലും വേണു നിർമ്മാണ പങ്കാളിയായി മാറി. കഴിഞ്ഞ വർഷത്തെ വൻ വിജയങ്ങളിലൊന്നായ രേഖ ചിത്രത്തിൻ്റെ നിർമ്മാതാവും അദ്ദേഹം തന്നെയായിരുന്നു. ഇപ്പോഴിതാ ആട് 3യുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമാകുന്നില്ല. ആദ്യ ചിത്രത്തിന് ലഭിച്ച ട്രോളുകളും പരിഹാസങ്ങളും മുന്നോട്ട് കുതിക്കാനുള്ള ഇന്ധനമാക്കി മാറ്റിയാണ് വേണു ഇൻഡസ്ട്രിയിൽ ശ്രദ്ധ നേടുന്നത്. കോമഡി ജോണറിൽ എപ്പിക് ഫാൻറ്റസി എന്നീ ജോണറും മിക്സ് ചെയ്തുകൊണ്ടുള്ള പരീക്ഷണമാണ് ആട് 3യിൽ. ആട് 3യുടെ വിജയത്തോടെ മലയാളത്തിൽ ചുരുക്കം ചില താരങ്ങൾ അംഗമായിട്ടുള്ള 100 കോടി ക്ലബിലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ജയസൂര്യയും. ഷാജി പാപ്പൻ എന്ന ഹാസ്യ കഥാപാത്രത്തെയും കൂട്ടരെയും കൊണ്ടാണ് മോഹൻലാൽ അരങ്ങുവാഴുന്ന ക്ലബിലേക്ക് ജയസൂര്യ പ്രവേശനം നേടിയതെന്നത് വിജയത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. ഇത്രയും വലിയൊരു പരീക്ഷണ ചിത്രത്തിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത് കയ്യടി അർഹിക്കുന്ന കാര്യമാണ്. 3 ചിത്രങ്ങൾ പുറത്തിറക്കിയ ആട് ഫ്രാഞ്ചൈസിൻ്റെ ആദ്യ 100 കോടിയാണെന്നതും 3ാം ഭാഗത്തിൻ്റെ 2ാം പാർട്ട് ഇനിയും പുറത്തിറങ്ങാനുണ്ടെന്നതും വിജയത്തിൻ്റെ സവിശേഷതയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ് മീറ്റിൽ ബജറ്റിനെക്കുറിച്ച് നിർമ്മാതാവ് നൽകിയ സൂചനകൾ പ്രകാരം ഏകദേശം 60-65 കോടി വരെയാണ് ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതോടെ റിലീസ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വൻ വിജയമാണ് ചിത്രത്തിന് നേടാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യ 2 ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ടൈം ട്രാവൽ എന്ന കോൺസെപ്റ്റും ഉൾപ്പെടുത്തിയ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ഈ വീഡിയോയിലൂടെ കിട്ടിയ അറിവ് നിങ്ങൾക്ക് ചെറുതല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.